ജനസംഖ്യാനുപാതികമായി വീതിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് കേരളത്തിൽ, തമിഴ്നാടിൽ, കർണാടകയിൽ, ആന്ധ്രയിലൊക്കെ ഇത് പ്രാതിനിധ്യം കുറയുമെന്നുള്ളത്. പലയിടത്തും കേരളത്തിൽ 20 എന്നുള്ളത് 12 സീറ്റായി കുറയുമെന്നും തമിഴ്നാട്ടിൽ അതിനേക്കാൾ കുറയുമെന്നൊക്കെയുള്ള പഠനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്രം ഈ നീക്കത്തിന് മുന്നോട്ട് വരുന്നത്? നീക്കത്തിന് മുന്നോട്ട് വരുന്നില്ല, വളരെ പെട്ടെന്ന് പൊടുന്നനെ മുന്നോട്ട് വരുന്നതിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ 2026 വരെയാണ് ഈ മണ്ഡല പുനർനിർണയത്തിൻ്റെ ഫ്രീസിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ മണ്ഡല പുനർനിർണയം ഫ്രീസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രാജ്യത്ത് ജനസംഖ്യാ വർധനവ് തടയുന്നതിനാവശ്യമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മതി മണ്ഡല പുനർനിർണയം എന്നുള്ളതുകൊണ്ടാണ് അത് 25 വർഷത്തെ നീട്ടിവെച്ച് 25 വർഷം കഴിഞ്ഞ് 2002 അത് വീണ്ടും 2026 2021 25 വർഷത്തേക്ക് കൂടി വീണ്ടും ഫ്രീസ് ചെയ്തു. അതാണ് 2026 അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും നിയമപ്രകാരം മണ്ഡല പുനർനിർണയം നടക്കേണ്ടതാണ് ഇപ്പോൾ. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സെൻസസ് നടന്നിട്ടില്ല. 2021 സെൻസസ് നടന്നിട്ടില്ല. ആ സെൻസസ് എന്ന് നടക്കുമെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഏറ്റവും അവസാനത്തെ സെൻസസ് വെച്ചിട്ടാണ് 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസ് വെച്ചിട്ടാണ് ഭരണഘടനാപരമായി മണ്ഡല പുനർനിർണയം നടക്കേണ്ടത്. ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ബില്ലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ആ സെൻസസ് എന്ന ഡെഫിനിഷൻ തന്നെ എടുത്തു കളയാണ്. സെൻസസ് എന്നാൽ ഡെക്കേഡൽ സെൻസസ് ആണ്, 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന സെൻസസ് ആണ്. ഇനി മണ്ഡല പുനർനിർണയം ഇനി മുതൽ ഈ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സായാൽ ഇനി മുതൽ മണ്ഡല പുനർനിർണയം നടക്കുക പാർലമെൻറ്റ് ഏതൊന്നിനെയാണോ സെൻസസ് ഡാറ്റയായി അംഗീകരിക്കുന്നത് അതനുസരിച്ചായിരിക്കും. അപ്പോൾ പാർലമെൻറ്റ് തീരുമാനിക്കും ഏത് സെൻസസ് ഡാറ്റ അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടക്കണമെന്ന്. അതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ജനസംഖ്യ പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയിട്ടുള്ള, അതിൽ വിജയകരമായി കൺട്രോൾ നടത്തിയിട്ടുള്ള കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയും എന്നൊരാശങ്കയുണ്ട്. കാരണം ജനസംഖ്യാനുപാതികമായിട്ടാണെങ്കിൽ ഇവിടെയെല്ലാം ജനസംഖ്യ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്, സീറ്റുകളുടെ എണ്ണം കുറഞ്ഞേക്കാം. അങ്ങനെ കുറയില്ല എന്നുള്ളതായിരുന്നു ഈ പ്രൊപ്പോസൽ മുന്നോട്ട് വന്ന അന്ന് മുതൽ അമിത്ഷാ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കുറയില്ല, ആർക്കും കുറയില്ല, കൂടുകയുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആരുടെയും കുറയ്ക്കില്ല. പക്ഷേ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് കുറയ്ക്കുക കൂടിയാണ്, ജനസംഖ്യാനുപാതികമായ സീറ്റിൻ്റെ എണ്ണം കുറയ്ക്കുക കൂടിയാണ്. അമിത്ഷാ ആരും ആശങ്കപ്പെടേണ്ടെന്ന് ഇതിനു മുമ്പും പറഞ്ഞ ചില നിയമ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കർഷക ബില്ല്, പൗരത്വ ഭേദഗതി ബില്ല്, ഇങ്ങനെ തുടങ്ങിയ കുറേയധികം ബില്ലുകളിൽ ആരും പേടിക്കേണ്ട, ഇത് പൗരത്വം കളയാനുള്ള ബില്ലല്ല, പൗരത്വം കൊടുക്കാനുള്ള ബില്ലാണെന്നുള്ളതായിരുന്നു പൗരത്വ നിയമത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലുള്ളൊരു ഗ്യാരണ്ടി മാത്രമായിട്ടാണ് അതിൻ്റെ എല്ലാവരും കാണുന്നുള്ളൂ. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അതിശക്തമായ ഭാഷയിൽ കേന്ദ്രത്തോട് ഒരു വെല്ലുവിളി നടത്തി കഴിഞ്ഞു. ഞങ്ങളോട് ആലോചിക്കാതെ, പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുമായി കൂടി ആലോചിക്കാതെ ഒരു ഭരണഘടനാ ഭേദഗതി നീക്കത്തിന് മുന്നോട്ട് പോയാൽ അത് ഞങ്ങൾ തമിഴ്നാട് സമ്മതിക്കില്ല, തമിഴ്നാട് മൊത്തം തെരുവിലിറങ്ങും, പ്രൊട്ടസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടി സ്റ്റാലിന് പുറകെ ഈ നിലപാടുമായി മുന്നോട്ട് വരുമായിരിക്കും. എന്നാലും ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് കേന്ദ്ര സർക്കാർ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി വരാൻ പോകുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്ലാൻ നടപ്പായി കഴിഞ്ഞാൽ, സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായും UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് കൂടുകയും അവിടെയെല്ലാം BJP കൂടുതൽ സ്വാധീനമുള്ളതാണ്. BJP കൂടുതൽ സീറ്റുകളുടെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സീറ്റുകൾ കൂടുതൽ വന്നാൽ ഇനിയും BJP അധികാരത്തിൽ വരാനാണ് സാധ്യത.